ഒരുപാട് തീയാണ്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒഴുക്കത്തോടും ചട്ടത്തോടും കൂടി അനുസരിക്കുക. ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഇടവകയുടെ പരിശുദ്ധ മദ്ബഹായ ശുശ്രൂഷിക്കുന്ന മാരിയിൽ പ്രിയപ്പെട്ട MK വർഗീസേട്ടൻ്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വർഗീസേട്ടാ നമസ്കാരം. ഉണർവ് 2025 സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പ്രത്യേകിച്ച് അങ്കമാലി ഭദ്രാസനത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രധാന ശുശ്രൂഷകനാണ്. പണ്ട് കാര്യങ്ങൾ കപ്പിയാറച്ചൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ആ ഒരു വിളി മാറിയെങ്കിലും നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ കപ്പിയാര് ആ ഒരു രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എത്ര വർഷമായി ഈ നമ്മുടെ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കയറി? 44 വർഷം എന്ന് പറയാവോ? 80 തുടങ്ങി. 80 അവസാനമായപ്പോഴേക്കും ആരാണ് മദ്വയിലേക്ക് വിളിച്ച് കയറ്റിയത്? മത്തായിയച്ചനാണ്. പട്ടലാട്ട് മത്തായിയച്ചനാണ് ആയി വന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ മറ്റു ശുശ്രൂഷക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതുപോലെ ശുശ്രൂഷകരുണ്ടായിരുന്നോ? അവരൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു അന്ന്. എത്ര പേരുണ്ടായിരുന്നു അന്ന് ശുശ്രൂഷയ്ക്ക് കൂടാനൊക്കെ നമ്മളെ സഹായിക്ക്? 10-12 ശുശ്രൂഷകർ ഉണ്ടായിരുന്നു. പ്രധാന ശുശ്രൂഷകനായിട്ട് റീസേട്ടനെ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കപ്പിയാരും കൂടി ആയിട്ട്? ഇല്ല, ഒറ്റ കപ്പിയാരും. നമ്മളെ സഹായിച്ചിരുന്ന TV പോലീസ് ഏത് കാര്യത്തിനും ഓടിയെത്തും. പിന്നെ അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടാവും. ചേട്ടൻ്റെ ജനനം അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യം, കുടുംബങ്ങൾ, കാര്യങ്ങൾ, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? 1952 ജൂൺ 6 എൻ്റെ ഡേറ്റ്. ജൂൺ 6. മാതാപിതാക്കളുടെ പേര്? അപ്പൻ്റെ പേര് കുര്യാക്കോ. അമ്മയുടെ പേര് അണ്ണൻ. സഹോദരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? 2 പെങ്ങന്മാരുണ്ട്. 2 പെങ്ങന്മാർ. നിങ്ങൾ 3 മക്കളായിരുന്നു? 3 മക്കളാണ്. പെങ്ങന്മാരെ എവിടെ കെട്ടിച്ചു വിട്ടെ? ഒരാളെ മഴുവന്നൂര്, ഒരാളെ മൂക്കന്നൂര്. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ സർക്കാർ കിഴക്കമ്പലത്ത് സ്കൂളിൽ 10ാം ക്ലാസ് വരെയോ? അല്ല, പിന്നെ സ്വന്തം സ്കൂളിൽ 7ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നു. ഇനി ചേട്ടൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ കല്യാണം എന്നായിരുന്നു? ഏത് വർഷമായിരുന്നു? ഓർക്കുന്നില്ല. ചേച്ചിയുടെ പേരൊന്ന് പറയാമോ? മേരി. വീട് മോറയ്ക്കാല. അവിടെ വീട്ടുപേര് എന്തായിരുന്നു? മടയ്ക്കൽ. മോറയ്ക്കാലയിലും മടയ്ക്കലാണ് വീട്. മോറയ്ക്കാല ഇടവകയായിരുന്നു. മക്കൾ എത്ര പേരുണ്ട്?
നിങ്ങൾക്ക് ചേട്ടൻ്റെ മക്കൾ എത്ര പേരാണ്? രണ്ടുപേര്. അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? മൂത്തവൻ്റെ പേര് ഷിജു. ഷിബു. രണ്ടാമത്തെ പേര് ഷിജു. ഈ ഷിബു എന്ന് പറഞ്ഞ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് മാരാമംഗലം. അവർക്ക് എത്ര മക്കളാ? അവർക്ക് 2 മക്കൾ. അപ്പൊ മൂത്ത ആൾക്ക് 2 മക്കളാണോ ഉള്ളത്? രണ്ടാമത്തെ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് പഴങ്ങനാട്ടിൽ നിന്ന്. അവർക്കും 2 മക്കൾ. 2 മക്കളാണുള്ളത്. അപ്പോൾ അങ്ങനെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മൂത്ത മകൻ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, MRF. രണ്ടാമത്തെ ആള് UK ലാണ്. അവര് കുടുംബസമേതം അവിടെയാണ്. അവരെത്ര വർഷമായി അവിടെ? 3 കൊല്ലമായി. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായിരുന്നു ജോലിയായിട്ട്? തുടർപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്തായിരുന്നു. അപ്പോൾ തന്നെ കൂലിപ്പണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കലാണ്. സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരിക്കുമ്പോഴാണ് ഭട്ടാട്ട മുത്തയച്ചൻ എന്നെ നിയോഗിക്കണേ. പ്രധാന ശുശ്രൂഷകൻ കപ്പ്യാരാകാനായിട്ട് അച്ഛനാണ്, അന്നേരമാണ് സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുകയാണ് നമ്മളെ വിളിക്കുന്നത്. അന്നേരം അവസരപ്പെട്ട് മരിക്കണം, മുൻ കപ്പ്യാർ മരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പള്ളി അനാഥയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ വിട്ടു. ഞാൻ ക്ലാസ്സിലാണെന്ന് ചെന്ന് അച്ഛൻ പറഞ്ഞു, ഒരു സെക്രട്ടറി പണി അങ്ങ് എടുത്തോളാം. അച്ഛൻ നിനക്കേ പറ്റുള്ളൂ, നീ ചെയ്യണം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊന്നും എന്താ പറയാ, തിരുവായിക്ക് എതിർവായില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഏറ്റെടുത്തു, സന്തോഷത്തോടെ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും വിശുദ്ധ മതബാര ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എന്നും തലമുറകൾക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെടുത്തു. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും കൂലിപ്പണി അല്ലാതെ ഈ പ്രധാന ശുശ്രൂഷ എന്നുള്ളൊരു മേഖല അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയി? ഇല്ല, കൂലിപ്പണി തന്നെയായിരുന്നു മെയിനായിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്യൂഷൻ സെന്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. 3-4 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. എവിടെയാ? വീട്ടില് നമ്മൾ ക്രമീകരിക്കുകയത്. അന്ന് പഠിപ്പിച്ച് പോയ പിള്ളേരൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്. നമ്മളെ അറിയില്ല കണ്ട. അതെ നമ്മളെ അറിയുന്നോണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട്. സംസാരിക്കുമ്പോ പിള്ളേരായാലും സംസാരിക്കും. അപ്പൊ അന്നേരം നമ്മള് വണ്ടടിച്ച് അപ്പൊ എന്തായാലും അതും ഒരു സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് തീർത്തും ഈ ഒരു വേലയിലേക്ക് വന്നു. പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ വേറെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രധാന ശുശ്രൂഷ എന്നുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയി. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിലവിലുണ്ടോ? വേറെ എന്തെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ എങ്ങനെ സാമൂഹികമായിട്ട്? കിഴക്കമ്പലം പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അതിന്റെ പ്രസിഡന്റാണ്. എത്ര വർഷമായിട്ട്? അതും 30 വർഷമായിട്ട് അത് ആ ഒരു മേഖലയും മുന്നോട്ട് പോകുന്നു അല്ലേ? അങ്ങനെ 40 പേർക്ക് പെൻഷൻ ഉണ്ടല്ലേ? അങ്ങനെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ഒരു കുർബാനയുള്ളൊരു ദിവസം, പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ച, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങൾ, ഒരു പ്രധാന ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങേണ്ടത്? തലേ ദിവസം മുതലുള്ള കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ എന്തൊക്കെയാണെന്ന്? ദിവസം തന്നെ വൈകുന്നേരത്തിന് മുമ്പ് പോയി അടിച്ച് തുറച്ചിടും. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചെന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് കുർബാനയ്ക്ക് ഒഴിച്ച് വയ്ക്കും. കുർബാനയ്ക്ക് ഒഴിച്ച് വെച്ചിട്ട് സന്ധ്യമണി അടിച്ച് പ്രാർത്ഥിച്ചും പോരും. പിന്നെ പിറ്റേ ദിവസം 4 മണിക്ക് എണീക്കും. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരമുള്ള കാരണം നടന്നു പോയി 4:50 അവിടെ എത്തും. പിന്നെ അടിച്ച് കഴിക്കുക, കുർബാനയ്ക്ക് ഒരുങ്ങുക, കുളിക്കുക. ഇവിടെ നിന്ന് നടന്നു പോകണ കാരണം കുളിച്ചല്ല പോലെ വെള്ളി ചെന്നിട്ടാണ് കുളിക്കുക. ഇത്രയും നടന്നു പോകുമ്പോൾ വേർക്കുമല്ലോ. ജയറാമത്തിന് ഏഴ് ദിവസങ്ങൾ 1-ാം മണി അടിക്കണം, കുർബാന കൊടുക്കണം. 1-2 വീതമുള്ളത് തന്നെ ഉണ്ട്. അത്രയാണ്. കുർബാന കഴിഞ്ഞാൽ വീട്ടാവശ്യങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ് പോവുക, പോരുക. അത്രയാണ് ആ ഞായറാഴ്ചത്തെ കാര്യം. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാവോ? സ്ട്രോക്ക് വന്നോടത്തേക്കാണ്. സ്ട്രോക്ക് വന്നത് തന്നെയാണ്. അത് എന്താ സംഭവിച്ചത്? ഞാനിവിടെ നിന്ന് കാലത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ ജംഗ്ഷനിൽ ചെന്നപ്പോൾ കാലിനൊരു വേദന. അങ്ങനെ പറ്റുകൊണ്ട് തന്നെ ആരാധന നടത്തി വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാണ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോണേ. അപ്പോൾ
പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും പള്ളിയിൽ പോയി കുർബാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈകുന്നേരം മണിയടിക്കാനും പോയി. വൈകുന്നേരം മണിയടിക്കാനും പോയി തിരിച്ചു വന്ന് പിറ്റേ ദിവസമാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്. ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞത് കാലത്ത് തന്നെയാണില്ല, ഡോക്ടറില്ല, ഉച്ച കഴിഞ്ഞ് വരാൻ ചെന്നാണ് പോയത്. അപ്പോഴും കാലിന് വേദനയും മരവിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വിളിച്ചിട്ട് അഡ്മിറ്റ് ആക്കാം എന്ന് പറഞ്ഞു. ശരി, ICU പോകണമെന്ന് പറഞ്ഞു ഒരാഴ്ച. അങ്ങനെ ICU കയറി മരുന്നും കഴിച്ചിട്ട് വിശ്വാസം കാലത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി ഒരു ദിവസം ICU കിടക്കണ്ട, വാർഡിൽ പോയാൽ മതി, ഒരാഴ്ച കിടക്കണം. അത് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു ചേട്ടൻ്റെ ആരാധനകൾക്ക് എന്നേക്കും മുമ്പ് നിൽക്കുകയാണ്, അങ്ങനെ ചേട്ടൻ ഇരിക്കും. നമ്മുടെ മുന്നമേ പറഞ്ഞതുപോലെ അതുപോലെ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം, ഒരു ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയ്ക്ക് നിശ്ചയമായിട്ടും ഉണ്ടാവും. ആ ഒരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഡോക്ടറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയത്. അത് തന്നെയാണ്. മുസ്ലിമാണ്, മുസ്ലിം സഹോദരനാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് വളരെ എന്താ പറയണ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പുള്ളി അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞേ നല്ല സ്ട്രോങ്ങായിരുന്നു. സ്ട്രോക്ക് അത് വകവയ്ക്കാതെ ആത്മധൈര്യത്തോടു കൂടി നടന്നത് പള്ളിയിലെ ശുശ്രൂഷയുടെ ബലമാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ. അങ്ങനെ ആശുപത്രി ദിവസം കഴിഞ്ഞ് പോകുന്നു. ആ മരുന്നുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. രണ്ട് ഗുളികയുണ്ട്. 2 ഗുളിക വെച്ച് നമ്മൾ കഴിച്ച് അതിപ്പോ ജീവിതകാലം മുഴുവൻ കഴിക്കണം. ഒരു ശൈലിയായിട്ട് ശീലമായിട്ട് മാറിയത് മരുന്ന് കഴിക്കാന്ന്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രായ വ്യത്യാസങ്ങളില്ലാതെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരു മരുന്ന് ഇപ്പോൾ നിത്യജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് തുടങ്ങിയ പിന്നെ ഭക്ഷണം പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ പോണു. 2 മക്കളും അവരവരെ വഴി നോക്കി പോണു. സന്തോഷമൊക്കെ ആയിട്ടിരിക്കും. ഞാൻ വീട്ടുകാഴ്ചയായിട്ട് കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അങ്ങ് പോകുന്നു. വൈകുന്നേരം മൂത്തമോൻ വരും ഞങ്ങൾ കൂട്ടിയെടുക്കാൻ. നമുക്ക് വീതമുള്ള ആഴ്ചയിൽ രാവിലെ വൈകുന്നേരം മണിയടിക്കണം, പള്ളിമണി അടിക്കണം. രാവിലെ വൈകുന്നേരം നമ്മൾ മണിയടിച്ചു പോകും. ഇക്കാലം അത്രയായിട്ട് ഒരിക്കലും അത് മുടങ്ങാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ മക്കളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിന് സാധിച്ചു എന്നുള്ളതാണ്. 2 മക്കളും ശുശ്രൂഷകരായിരുന്നു. ആണ്. ഇളയ ആള് ഇപ്പോൾ പുറത്തേക്ക് പോയതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് കയറുന്നില്ല. മൂത്ത മകൻ ഷിബുചേട്ടൻ കൂടെ ഉണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. ആൾ എത്ര വർഷമായി? അവനും 10 അടുത്തായി ആയിട്ടുണ്ട്. കൊച്ചുമകനും ഉണ്ട്. അവൻ്റെ വന്നു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള കൂട്ടുകെട്ടിൽ പോകാതെ മക്കളെ നേരെയായി വളർത്താൻ വേണ്ടിയിട്ടാണ് മധുവ എന്ന മൃഗങ്ങളിലേക്ക് കയറ്റി വിടുന്നത്. അവരത് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഷിബുചേട്ടനും കൊച്ചുമോനായാലും മധുവായൊരു നിറസാന്നിധ്യമായിട്ട് കൂടെ ഉണ്ട്. എപ്പോഴും അപ്പാപ്പനും കൂട്ടായിട്ട് കൊച്ചുമോൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, നല്ല കാര്യം. അതായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എപ്പോഴും ശുശ്രൂഷയിൽ കൂടുക, അതിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പൈശാചിക ചിന്തകളിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമുക്കൊരു ആത്മധൈര്യം, ഈ പറഞ്ഞതുപോലെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു അനുഗ്രഹത്തിനൊക്കെ നമുക്ക് അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. തീർച്ചയായിട്ടും ചെയ്യുന്ന പണി ആത്മാർത്ഥയോട് ചെയ്യുക. അത് മധുവാ തീയാണ്. അതെ, അവിടെ കളിക്കുമ്പോൾ കളിയെ പഠിപ്പിച്ചേ വിടുള്ളൂ. അതുകൊണ്ട് അതിൽ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തു പോവുക. കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു എന്താ പറയുക, അതിനോട് ആത്മാർത്ഥതയും സത്യസന്ധതയാണ് അതിനൊക്കെ. നമുക്ക് ഇത്ര വർഷത്തെ അനുഭവം, പ്രധാന ശുശ്രൂഷ എന്ന നിലയിലുള്ളൊരു നമുക്കൊരു പ്രവൃത്തി പരിചയമുണ്ട്, ആ ഒരു അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെതായ ആ ഒരു അനുഭവങ്ങളുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ തലമുറയുടെ പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലേക്ക്, മധുവാ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ശുശ്രൂഷകരോട്, ഇനി ഇതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളോടൊക്കെ എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ള ഒരു സന്ദേശം അവർക്കായിട്ട് ഒന്ന് തരാമോ? മധുവാ തീയാണ്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒഴുക്കത്തോടും ചട്ടത്തോടും കൂടി അനുസരിക്കുക. ബഹുമാനപ്പെട്ട പട്ടക്കാരെ ബഹുമാനിക്കുക. അവരെ ചീത്ത പറയാനും അവരെ അനുസരിച്ച് പോവുക. കാരണം വിഷയയുടെ വട്ടാണ് അവർക്കുള്ളത്. അതിൻ്റെ കരുതലോടുകൂടി വേഗം മാത്രം മധുവാ കയറുക. മധുവാവിൽ കയറി കളച്ചണ്ടി പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ഓടാൻ പാടില്ല. ചുറ്റി തന്നെ പോകുന്നു. ബഹും വീശുമ്പോഴായാലും ബഹുക്കുറ്റി ചുറ്റി വന്നിട്ടാണ് ബഹും വെപ്പിക്കേണ്ടത്. അതിനിപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെയല്ല. നമ്മൾ ഓടിച്ചിട്ട് ഇവിടെ പോവുക. അതല്ല ശരി.
ഇതാണ് എൻ്റെ ഭാര്യ, പേര് മേരി എന്നാണ്, വീട് മടയ്ക്ക കുടുംബാംഗമാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് ഷിബു, ഒന്ന് ഷിജു. 2 പേരും മൃഗമായി കയറുന്നു. അവരും അതിൻ്റെ ആ ചുറ്റുവട്ടതനുസരിച്ചാണ് കയറിപ്പോണത്. ഞാൻ മക്കളുടെ ചെറുപ്പത്തിൽ പള്ളിക്കാര്യങ്ങൾക്ക് പോകുമ്പോൾ മക്കളെ സന്തോഷിപ്പിക്കാനും നോക്കാനുമായിട്ട് അവളാണ് വേറെ കിട്ടേണ്ടിയിരുന്നത്. ആ മക്കളെയൊക്കെ ഈ നിലയിലൊക്കെ ആക്കി അവരെ പഠിപ്പിച്ചു. ഞങ്ങൾ 2 പേരും പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അവർ പണിക്ക് സ്വന്തം പോവാറായപ്പോൾ അവർ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങ് വിട്ടു. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവായി കാണുന്നു, വെളിവിയടിയാരഹിലാധാരമതാം വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ സാധൻ കതിരെ ശോഭിപ്പിക്കെന്നും. ശുശ്രൂഷ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തലമുറയ്ക്ക് ഒത്തിരി നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകിയ പ്രിയപ്പെട്ട വർഗീസേനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.